ഓരോ എപ്പിസോഡ് കഴിയുന്നതോടും മീനാക്ഷിയുടെ എനർജി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പിന്നെ ഫിനാലൊക്കെ എത്തുമ്പോ എന്തായിരിക്കും? സത്യം ആ ഒരു സ്ഥിതി. ഓക്കെ, അപ്പൊ പ്രേക്ഷകരെ, അപ്പൊ ഞങ്ങളെ പോലെ തന്നെ നമ്മുടെ മ്യൂസിക്കൽ വൈബ്സും നല്ല എനർജറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും അവരുടെ വാശിയുടെ പോരാട്ടം കാണാൻ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ മ്യൂസിക്കൽ വൈഫിന്റെ എല്ലാമായ ജഡ്ജസിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചേച്ചി വെൽക്കം. സ്വാഗതം. രഞ്ജിനി ചേച്ചി സ്വാഗതം. പിന്നെ മീനാക്ഷി, പുതിയ 2 റൗണ്ടുകളാണ് അല്ലേ? അതെ, പുതിയ 2 റൗണ്ടുകളാണ്. ഹസ്ബൻഡ്സ് ചോയ്സ് വെറൈറ്റി റൗണ്ടാണ്. ഹസ്ബൻഡ്സ് അവരുടെ ഭാര്യമാർക്ക് ചൂസ് ചെയ്ത് കൊടുക്കാണ്. ഇന്ന പാട്ട് പാടൂ, നിന്നെ കൊണ്ടത് പറ്റും എന്ന് പറഞ്ഞു. നല്ല മാർക്സ് എന്നിട്ട് അവർ നേടുന്നു. അതെ, രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ദ ലെജൻഡ് ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റൗണ്ടാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എടുത്ത് പാടും. അതെ, അങ്ങനെ 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു ഘട്ടം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരത്തിലോട്ട് കിടക്കാണ്. ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു അഞ്ജു. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലഞ്ഞൊറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യുമീ ഏഴാം യാമം. അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ, അലയാൻ വാലിയാൻ വായി പ്രണയതൽപ്പത്തിലമരാൻ വാ. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലഞ്ഞൊറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യുമീ ഏഴാം യാമം. അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ, അലയാൻ വാലിയാൻ വായി പ്രണയതൽപ്പത്തിലമരാൻ വാ.
ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം. അലനുറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യുമീഴാം യാമം. അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാലിയാൻ വായി പ്രണയതൽപ്പത്തിലമരാ വാ. എൻജോയ് ചെയ്ത് പാടിയോ? പാടാൻ പറ്റി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഒരു രക്ഷയില്ലായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് അനുപല്ലവി കഴിഞ്ഞല്ലേ ബീജി ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. അഞ്ജു, സർ, നല്ലൊരു അറ്റംപ്റ്റ്. താങ്ക് യു സർ. ഒന്നാമത് 2 പേര് പാടിയ പാട്ടാണ്. അതെ, താങ്ക് യു സർ. അവർക്ക് ശ്വാസം വിടാൻ പറ്റിയിട്ടില്ല. 2 പേര് പാടിയിട്ടും ശ്വാസം എടുക്കാൻ പാടേണ്ട ഒരു പാട്ടാണ്. അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് യു കുഡ് ഹാവ് സങ് വിത്ത് ലിറ്റിൽ മോർ ഹാർട്ട്. ഇത് പാട്ട് കറക്റ്റ് ട്യൂണും ആ ലിറിക്സ് അങ്ങോട്ട് പാടി അവസാനിപ്പിക്കാൻ വേണ്ടി പാടുന്നത് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും അത് ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് എൻജോയ്ഡ്. എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ശ്വാസത്തു. അതാണ് നമ്മൾ പാട്ടിലേക്ക് അല്ല കോൺസെൻട്രേഷൻ വരുന്നത്. അറിയാതെ അറിയാതെ വളരെ അതെന്താ അത്ര ബുദ്ധിമുട്ടില്ല. ഇത് അറിയാതെ അറിയാതെ ഈ പവിഴമാത്മ ഇങ്ങനെ പാടിപ്പോകുന്ന പോലെ തോന്നുന്നു. അതതിൻ്റെ യു കുഡ് ഹാവ് സങ് ഇറ്റ് വിത്ത് മോർ ഫീൽ. ജയേട്ടനും ചിത്രയൊക്കെ അവർ 2 പേരാണ് പാടുന്നത്. ബുദ്ധിമുട്ടുണ്ട് അറിയാം. പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളിൽ പാടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ യു കുഡ് ഹാവ് അച്ചീവ്ഡ്. ടോട്ടലി സംഗതികൾ പാടുന്നുണ്ട്, പക്ഷെ അത് ഒത്തിലും എത്തണില്ല. ഇപ്പോൾ നീലശൈലങ്ങളായാലും നേർത്ത മഞ്ഞാലെ താര താര ടാറ്റ ടാറ്റ ടാര ടാറ്റ ടാര അത് അവിടെ തന്നെ നിൽക്കണത്. ടാറ്റ ടാര ടാറ്റ ടാര അങ്ങനെ കേൾക്കുന്നത്. ടാറ്റ ടാര ഇത്രയും ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അത് അങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താ ബിനി, അത്ര ഇല്ലേ അത്? പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് തോന്നുന്നില്ല. ഞാനത് കുറ്റം പറയില്ല. ഇതിപ്പോ ഈ റൗണ്ട് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഗ്രാൻഡ് ഫിനാലൊക്കെ വരാൻ പോവാണ്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ ഈ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം. നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ബിഗിനിങ്ങിലാണ്. നൗ ഐ ഹാവ് ടു ടോക്ക് ടു യു വാട്ട് യു ആർ സിംഗിങ് എക്സാക്ട്ലി. എന്നോട് വിഷമം തോന്നരുത്. ആക്ച്വലി അതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പാടണം. ആ നീലശൈലങ്ങളൊന്ന് വെറുതെ പാടി. അതെ, പാടു പാടു അങ്ങനെ തന്നെ. നീലശൈലങ്ങൾ നീർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ, നീലശൈലങ്ങൾ നീർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ. അത് കുഴപ്പമില്ല, ശ്വാസം പോയി. അത് കുഴപ്പമില്ല. അത് ശ്വാസത്തിന്റെ അല്ല. ഇപ്പൊ ആ ഫസ്റ്റ് 2 ലൈൻ പാടുന്നത് നല്ല സുഖമുണ്ട്. ഇപ്പൊ ഇത്രയും വന്നാലാണ് ഈ പാട്ട്. അല്ലെങ്കിൽ ഈ പാട്ടിൽ താരി തീരാരി ഒരേ സാധനം തന്നെയല്ലേ പോകുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ പാട്ട് നന്നാവണമെങ്കിൽ അത് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള നുവാൻസസ് കറക്റ്റായിട്ട് വരണം. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു ബുദ്ധിമുട്ടുള്ള 2 പേര് പാടിയ പാട്ട് പാടിയതിന് ഐ അഡ്മയർ യു ഡെഫിനറ്റ്ലി. അപ്പോൾ ഇനിയുള്ള പാട്ടുകളിൽ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ലെവൽ പീക്സ്. നമ്മളിങ്ങനെ ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഷുഡ് ബി ടേക്ക് സീരിയസ്ലി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബിന്നി ചേച്ചി, സാറ് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. ഒന്ന്, 2 പേര് പാടിയ പാട്ട് നമ്മൾ അല്ലാതെ പാടുമ്പോഴും ശ്വാസം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 2 പേര് പാടിയാലും ഇത് ശ്വാസം കെട്ടിപ്പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ട് തന്നെയാണ്. കാരണം ഒന്ന് റിതം സ്പീഡാ,
അതാ ഒരു സ്പീഡ് ഋതവും കൂടെയാണ്. അതിനുള്ളിലേക്ക് നമ്മൾ ആ ഒരു ഇത് കൊണ്ടുവരാൻ ഗ്രൂവിൽ വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം കുറേ സംഗതി, എസ്പെഷ്യലി ചിത്രചേച്ചി പാടുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഒരു 5 ലെറ്ററിൽ അല്ലെങ്കിൽ ഒരു വേർഡിൽ തന്നെ ഒരു 4 സംഗതി ചെറിയ ചെറിയ കുറിപ്പുകൾ ചേച്ചി ഇടും. അത് ചേച്ചിക്ക് ഈസി ആയിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മളെ കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വേണം. നീലശൈലങ്ങൾ ആ സംഭവം പാടിയപ്പം മോള് അത് നീലശൈലങ്ങൾ അത് കുറച്ചൊന്ന് ഉള്ളിലേക്ക് എനിക്ക് തോന്നുന്നു ചില നേരം ചില പാട്ടിന് നമ്മുടെ ചെസ്റ്റ് വോയിസ് വളരെ നന്നായിരിക്കും തോന്നുന്നു. അത് ഇവിടെ പാടി നോക്കിയാൽ നീലശൈലങ്ങൾ നീർത്ത മഞ്ഞാലെ കുറച്ച് ഫ്രണ്ടിലേക്ക് ആ ഒരു ഒന്ന് പാടൂ, ആ 2 ലൈൻ മാത്രം. നീലശൈലങ്ങൾ നീർത്ത മഞ്ഞാലെ. അത് ഞാൻ പറയട്ടെ, സ്റ്റാർട്ടിങ് നോട്ട് ഏതിൽ നിന്ന് എടുക്കണേന്ന് അറിയോ? ഒരേ നോട്ടാ, സ്വരാക്ഷരം. നീലശൈലങ്ങൾ നീയും സ്വരവും സാഹിത്യം ഒന്ന്. മോളെ ആ പാടുന്നതിന്റെ അതൊക്കെ ഞാൻ പറഞ്ഞ സൗണ്ടിങ് ഒന്ന് മാറ്റിയത് ഒന്ന് ഇതിലേക്ക് വന്നാല് കുറച്ചുകൂടെ ഇങ്ങനത്തെ ഇത് ശ്വാസം കിട്ടുമായിരിക്കാം എന്നാണ് ഞാൻ ഒന്ന് അനുമാനിക്കുന്നത്. ബിനി, ഞാൻ അതിൽ വേറൊരു കാര്യം കൂടി കേട്ടുട്ടോ. അത് കറക്റ്റ് നിഷാദമാണ്, പക്ഷെ ആ നീലിക്ക് എത്തുന്നത് മധ്യമത്തിൽ നിന്നാണ് ഈ ഗ്ലൈഡ് പോകുന്നത്. അനുസ്വരത്തോടു കൂടി വരണം. എന്നാലും പക്ഷെ അത് നീ കറക്റ്റ് ആയിട്ട് വരണം. പക്ഷെ തുടങ്ങുന്നത് മായിൽ നിന്നാണ് ആ അനുസ്വരം പോകുന്നത്. അത് കാണിക്കരുത്, നീ നീ തന്നെ പാടണം. അപ്പോഴാണ് അത് കേൾക്കാൻ സുഖം ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത്. സ്വരവും സാഹിത്യവും ഒരുപോലെ വന്നാൽ അതിന് സ്വരാക്ഷരം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശുദ്ധ സ്വരാക്ഷരമാണ്. അതുപോലെ ലാസ്റ്റ് ഹമ്മിങ്, അതായത് മോളെ ലാസ്റ്റ് എനിക്ക് അതിന്റെ സ്റ്റാർട്ടിങ് അവിടെ ക്ലിയർ ആയില്ല പാടിപ്പം. ചില നേരം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫ്രണ്ട് വോയിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഇപ്പൊ എന്നുള്ളത് നമ്മുടെ ബാക്ക് വോയിസ് ആണ്. അത് ബാക്ക് ഫ്രണ്ട്. അപ്പൊ എന്താ പാടുന്നതെന്ന് ആ നോട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും, മനസ്സിലാവും ബാക്കിയുള്ളവർക്ക് കേട്ടോ. അത് ചില നേരം നമ്മൾ തന്നെ ഒന്ന് നമ്മളെ മനസ്സിലാക്കണം. നമുക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും നല്ലത്, എന്താണ് നമുക്ക് ഒരുങ്ങിയാൽ നല്ലത്, ഇതൊക്കെ നമ്മൾ മറ്റൊരാൾ പറയുന്നതിനേക്കാളും നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. അത് ഇങ്ങനെ പാടുമ്പോഴും നമ്മുടെ വോയിസിനെ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കണം കേട്ടോ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ചേച്ചി അഞ്ജു, ചേച്ചി എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ആയു ഓക്കെ? ആയു ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാനൊക്കെ മനസ്സമാധാനം വേണടോ. അല്ലാണ്ട് ഇങ്ങനെ സമാധാനം ഇല്ലാണ്ട് ശ്വാസം മുട്ടി എന്റെ പാട്ട് ഇതല്ല എന്നുള്ള എനിക്ക് അറിയുന്നോണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് വാസ് നോട്ട് യുവർ ഡേ. വേറെന്തെങ്കിലും നിങ്ങൾക്ക് സമയക്കുറവുണ്ടായിരുന്നോ പാടാൻ? സമയക്കുറവ് നന്നായിട്ടുണ്ട്. നിങ്ങളപ്പോ ഇത് തുടക്കത്തിലൊക്കെ കുറെ ആവേശം കാണിച്ചപ്പോ ആവേശം പോയി ആണെങ്കിലും ഇല്ലല്ലോ അല്ലേ? തുടക്കത്തിലും അങ്ങനെ തന്നെയായിരുന്നു, ഓട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, അത് ഓട്ടത്തിൽ അതൊക്കെ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ സ്ട്രെസ് ഭയങ്കരമായിട്ട് തോന്നുന്ന ദിവസങ്ങൾ, മെന്റലി ഫിസിക്കലി പറ്റില്ല എന്ന് തോന്നുന്ന ദിവസങ്ങള് ഇങ്ങനത്തെ എടുത്താ പൊങ്ങാത്ത ഈ കൊട്ടയൊന്നും എടുത്ത് പൊക്കല്ലേ. ഇതൊരു വല്ലാത്തൊരു ബേർഡനാവരുത് ഇവിടെ വന്ന് പാടുന്നത്. എത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേ. ഒരു ഫീമെയിൽ സോങ് അഞ്ജു എടുത്തോണ്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഒരു മെയിൽ സോങ്, അത് ഏതെങ്കിലും ആവട്ടെ, ഡ്യുവറ്റ് അല്ല. ഡ്യുവറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ തന്നെ പാട്ട് ശ്വാസം പോയിട്ടാണ് പകുതിക്ക് മേലെ പോയേക്കണേ. അപ്പൊ ഒരു ഫീമെയിൽ സോങ് എടുത്തോണ്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഒരു മെയിൽ സോങ് എടുത്തോണ്ട് വന്നിട്ട് പാടിക്കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ശ്വാസം വിടാൻ കുറച്ച് സമയം കിട്ടണ ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ സമാധാനം ഇല്ലേ. കാരണം ഇത് കഴിഞ്ഞ് വീണ്ടും ജോലി സമാധാനക്കേടിലേക്കല്ലേ പോണത്. അപ്പൊ ഇവിടുത്തെ ഹാപ്പിനെസ് നിലനിർത്താനായിട്ട് താൻ തന്നെ വിചാരിക്കണം. അല്ലെങ്കിൽ അതുപോലെ ഇതെനിക്ക് പറ്റുമോ, ഇത് ഇത്രയും ശ്വാസം എടുക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു പാട്ട് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഹാപ്പി വെൻ യു ഗോ ഹോം അല്ലേ. ഈ ഒരു വേദി കഴിഞ്ഞിട്ട് വീട്ടിലും കൂടെ പോകണമല്ലോ. അപ്പൊ വാട്ട് എവർ ഈസ് ഇൻ യുവർ ഹെഡ്, അതാ പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഒന്നും കൂടി ഒരു ചെറിയ ടിപ്പും കൂടി തരാം. ഇപ്പോ ഞാൻ പറഞ്ഞു മായിൽ നിന്ന് എടുക്കണമെന്ന്. മായിൽ നിന്ന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നീ കറക്റ്റായിട്ട് എത്തണം. അത് മായിൽ നിന്നില്ലെങ്കിൽ പായിൽ നിന്ന് എടുക്കണം. നീല എന്ന് പറഞ്ഞ നീല നീല പാടിയാലും അറിയില്ല. സെക്കൻഡ് ടൈം വരുമ്പോ അത് നീല താരാരാ പാടിയാലും ഓക്കെയാണ്. സെക്കൻഡ് ടൈം അത് പഞ്ചമത്തിൽ നിന്ന് എടുക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു നോട്ടിൽ നിന്ന് ആയിരിക്കണം. ഒന്നും പെടാത്ത നോട്ടിൽ നിന്ന് വരുമ്പോ ശ്രുതി ചേരില്ല. അതാണ് എന്റെ കാര്യം. അഞ്ജു, ഇതിപ്പോ വിഷമിക്കും ഇതൊന്നും വേണ്ട. ഞാൻ പറയുന്ന ഇത്രയും എടുത്താൽ മതി.
പറ്റുന്ന പാട്ട് എടുത്തോണ്ട് വരാം. ഓക്കെ, ശ്വാസം എടുക്കാൻ പറ്റുന്ന അറിയാതെയൊക്കെ ഞാൻ ഇത് എടുത്തോണ്ട് വന്ന് ഇവിടെ പാട്ട് ഞാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് പാടാൻ പോണു ഒറ്റയ്ക്ക് എന്ന് ഞാൻ ചോദിച്ചേ ഉള്ളൂ ഇവിടെ. അതാരണം പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നും പാട്ട് നിങ്ങളുടെ പാട്ട് എല്ലാവരും കേൾക്കാണ്, ഇത് ലോകം മുഴുവൻ എല്ലാവരും കേൾക്കുന്നുണ്ട്, അത് മനസ്സിലാക്കി. തീർച്ചയായിട്ടും. നമുക്ക് അപ്പൊ എന്തായാലും മാർക്സിലേക്ക് കടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് അഞ്ജുവിന് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. അഞ്ജുവിന്റെ മാർക്ക് 91.5. താങ്ക് യു ചേച്ചി. അഞ്ജു 91.5 ആണ് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. ജഡ്ജസ് പറഞ്ഞതൊക്കെ കേട്ടിട്ട് കുറച്ചുകൂടെ മിനു, അതായത് ഈ പാട്ടൊക്കെ പുഷ്പം പോലെ പാടാൻ പറ്റുന്ന ആളാണ്. പക്ഷെ ഈ സാഹചര്യത്തില് ചിലപ്പോ അത് നമ്മുടെ ജോലി തിരക്കാരനും ഈ സാഹചര്യത്തിൽ അത് പാടാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്, സ്ട്രെസ് കൂടുതലുള്ളപ്പോ വേറൊരു പാട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഇവർക്ക് അറിയില്ലാത്ത പാട്ടുകൾ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, സോ മച്ച്. എന്തായാലും ഈ ഘട്ടത്തിൽ ഒരു റൗണ്ട് കൂടി ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. അതിൽ അടിച്ചു പൊളിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഇപ്പൊ വീട്ടമ്മമാരായതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ കൂടുതലാണ്, ജോലിയും പാട്ടെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. ടൈറ്റ് സ്കെഡ്യൂൾ ആണ്. അപ്പോൾ ഫിറ ഫുഡ്സിന്റെ ഓട്സ് എന്ന് പറയുന്നത് വെറും 3 മിനിറ്റിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ എന്താ പറയുക ജോലിയും പാഷനും എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഫിറ ഫുഡ്സിന്റെ ഓട്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു നർത്തകിയെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ്. മീനാക്ഷിയാണോ? അല്ല, വേറൊരാള്. ആ കുട്ടിയെ ഞാൻ നർത്തകിന്ന് വിളിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരു വീഡിയോ കാണിച്ചു തരാം, കാണാൻ തയ്യാറാണോ? തയ്യാറാ, ഞങ്ങൾ എന്തിനും തയ്യാറായിട്ടല്ലേ ഇവിടെ നിൽക്കണേ. സാറിന് മനസ്സിലാവണില്ല. അത് ഞാനാണ് സാർ. എന്തൊരു ഭംഗിയായി കുട്ടി. പറയാതിരിക്കാൻ വയ്യ, കണ്ണടച്ച് കാണുമ്പോ അതിമനോഹരം. മീനാക്ഷി, പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ടെക്നോളജിയുടെ ഒക്കെ വളർച്ച ആയിരുന്നു. അത് മനസ്സിലായില്ല. മീനാക്ഷി അല്ല, നീ ഇപ്പൊ പറഞ്ഞ വളരെ മോശമായിരുന്നു. അതായത് എന്തൊരു സൗന്ദര്യം, എന്തൊരു ഒരു നർത്തകിക്ക് ആദ്യം ലക്ഷണം പറയും, ലക്ഷണം. ഓഫ്, മുഖലക്ഷണം ലക്ഷണമായിരുന്നേ. ഇതിനൊക്കെയാണ് പറയണത്. താങ്ക് യു. പക്ഷെ നല്ല ചായ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. മനസ്സിലായില്ല നീയാണെന്ന്. വ്യത്യാസം ഉണ്ടായിരുന്നു, നൃത്തത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമുക്കൊരു അഭിപ്രായ വ്യത്യാസം വരുന്നത്. പിന്നെ ഇങ്ങനെ നൃത്തം കാണിക്കാൻ മനസ്സുള്ളവർ കൂടി ഉണ്ടെങ്കിൽ എന്റെ ഒരു നാടോടി നൃത്തത്തിൽ അല്ല, ഞാൻ പണ്ട് യൂത്ത് ഫെസ്റ്റിൽ ചെയ്ത ഒരു നാടോടി നൃത്തത്തിന്റെ വീഡിയോ കാസ്റ്റ് ഞാൻ ഇതേപോലെ സർപ്രൈസ് ആയിട്ട് വീഡിയോ കാണിക്കാം. ഉറപ്പായിട്ടും. ഞാൻ അല്ല, നാടോടി നൃത്തമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി. താങ്ക്സ്. ഓക്കെ, ആദ്യമായിട്ട് നീ ഒന്ന് അംഗീകരിച്ചല്ലോ. ഉള്ളിന്ന് വന്നല്ല, വെറുതെ പ്രേക്ഷകർ കേൾക്കണതല്ലേ. നീനു എന്തോ നീ ഭയങ്കര ടാലന്റഡ് ഔട്ടിയേ. സത്യം. താങ്ക് യു ചേച്ചി. വെരി ക്യൂട്ട് ആൻഡ് സ്വീറ്റ്. നീ ഒരാള് തായ്യ. ആമാ, ഇത് ഞാൻ കുറേ നാള് എനിക്ക് സിനിമയുടെയും വേറെ ഷൂട്ടിന്റെ ഇതൊക്കെ ആയിട്ട് എനിക്ക് കുറേ നാളായിട്ട് അങ്ങനെ ഇട്ടാ ഞാൻ പ്രാക്ടീസ് ഒക്കെ കുറച്ചൊരു 1-2 വർഷം പ്രാക്ടീസ് ഒക്കെ വളരെ കുറവായിരുന്നു. ചെയ്യും, പക്ഷെ വല്ലപ്പോഴേ ചെയ്യണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം വന്ന സമയത്ത് ഒരു 6 മാസത്തോളം ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ്. അപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഒരു 6 മാസം ഞാൻ അതിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അപ്പൊ അതിന്റെ അയ്യോ എനിക്ക് അതിന്റെ പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഈ അടുത്താണ് നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞത്. അപ്പോ പല പല കലോത്സവ വേദികളില് നിറഞ്ഞ കയ്യടി കിട്ടാതെ പോയിട്ടുള്ള ഒരാളാണ് സർ. ഞാൻ ഒരു സ്റ്റേറ്റ് ലെവലിലൊക്കെ കുച്ചിപ്പുടി വിന്നറൊക്കെ. ഞാൻ സ്കൂൾ സ്റ്റേറ്റ്
നിനക്ക് ഈ കാര്യം അവളായിട്ട് ഇങ്ങനെ നീ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് മനസ്സിന്റെ അകത്ത് അവളുടെ അടുത്ത് നല്ല സ്നേഹം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം മോനെ. നീ ആരെയാണ് ഇത് ഇങ്ങനെ പറ്റിക്കണം അല്ലേ സാറേ? ഈ കുട്ടി CBSE ആയിരുന്നു. പക്ഷെ അവരിങ്ങനെ മാച്ചാണ്. പക്ഷെ അവരിങ്ങനെ ഇരുന്നോട്ടെ, ഇതാ നമുക്ക് അടി പിടിച്ചോണ്ടിരിക്കൂ. ഞങ്ങൾക്ക് എൻജോയ്മെന്റ് അതാ. പിന്നീട് നിങ്ങളുടെ അടുത്ത് രണ്ടുപേരും സീക്രട്ട് ആയിട്ട് ഞാനൊരു കാര്യം പറയാട്ടോ. ഇപ്പൊ തൽക്കാലത്തേക്ക് മീനുകുട്ടി ഐ ലവ് യു. ഓക്കെ, താങ്ക് യു ചേച്ചി. ഐ ലവ് യു ടു. ഓക്കെ, ശരി, അടുത്ത ആളെ വിളിച്ചോളൂ. അടുത്ത ആളിനെ വിളിക്കാം. ഹസ്ബൻഡ്സ് ചോയ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടി എത്തുന്നു രമ്യ. എന്തുപറ്റി മുഖത്തൊരു തെളിച്ചില്ലായ്മ? പാട്ടുപാടി കഴിഞ്ഞപ്പോ എന്തൊരു പ്രശ്നം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറഞ്ഞോളൂ. കോൺഫിഡന്റ് പക്ക. അതാണ് ആ കുട്ടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. അതായിരിക്കല്ലോ ചോദിക്കാം. രമ്യ ചേച്ചി
രമ്യ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്കിഷ്ടായി. ഒന്ന് ഈ പാട്ട് പാടാൻ വിഷമമുള്ള പാട്ടാണ്. അതിൽ ഫസ്റ്റ് കഷ്ടത്തിൽ നിൽക്കുന്ന കാര്യം ശ്വാസം ഓരോയിടത്തും അല്ലേ, അത് എടുത്തെടുത്ത് പാടി അത് കറക്റ്റ് ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈനിലേക്ക് നമുക്ക് ഒരു ജെർക്കിൽ അത് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷനിലാണ് ഈ പാട്ടിരിക്കുന്നത്. അതിൻ്റെ ആ അനുപല്ലവിയും ചരണവും വരുമ്പോഴുള്ള ആ ഒരു റിതം കൊടുത്തിരിക്കുന്നത് ഒരു ഭയങ്കര രസമാണ്. അത് ആ ഒരു പോർഷൻ അത് കഴിഞ്ഞ് ആ ഒരു സർവ്വലഘുവിലേക്ക്, അങ്ങനെ സർവ്വലഘു തന്നെ, പക്ഷെ അതിൻ്റെ ഒരു വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് നല്ല രസമുണ്ട്. മോൾ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് സംഗതികളെല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് നോക്കിയത് എത്ര പാടി ഫലിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റീഷൻ ഇതുപോലൊരു സ്റ്റേജിൽ ഇങ്ങനത്തെ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത് ഒരു വലിയ ധൈര്യമാണ്. അത് പാടി ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതൊക്കെ വലിയ കാര്യമാണ്. രമ്യ ഓൾമോസ്റ്റ് അത് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് തന്നെയുണ്ട്. അതില് പ്രത്യേകിച്ച് വരുമോ കനിവാൽ ഒരു നാൾ പ്രിയതമനെ വിടും ആ പോർഷൻ സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു. കാരണം ഒരു ലൈൻ കഴിഞ്ഞ് ആ അടുത്ത ലൈനിലേക്ക് നമുക്ക് ഇതിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു ജർക്ക് അനുഭവപ്പെട്ട് നമുക്ക് വരാനുള്ള സംഗതി എവിടെ അങ്ങ് മുങ്ങിപ്പോകും. അതാണ് ഈ പാട്ടിന്റെ ഒരു കുഴപ്പം. ഈ പാട്ടിന്റെ എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും പാടാൻ ചില പാട്ടുകൾ നമ്മൾ പാടി തുടങ്ങുമ്പോഴേ സിംഗർ എനിക്ക് മനസ്സിലാവും അത് എത്ര പ്രാവശ്യം നമ്മൾ ഇതെടുക്കണം എന്നുള്ളത്. അപ്പൊ അടുത്ത സംഗതി ചിലപ്പോൾ അതിനകത്ത് അങ്ങ് മുങ്ങിപ്പോകും. പക്ഷെ അവിടെ ഞാൻ മുങ്ങിപ്പോകുന്നു വിചാരിച്ച സംഭവങ്ങൾ രമ്യ പാടിയിട്ടുണ്ട്. അതുപോലെ താഴമ്പൂവിനുള്ളിൽ താണിറങ്ങും കാറ്റുറങ്ങവേ, ആ ഒരു ലൈൻ മാത്രം ഒന്ന് പാടാൻ പറ്റുമോ? അതെ, മറ്റേത് എത്തിയിട്ടുണ്ടായിരുന്നില്ല, ആ പിച്ചിലേക്ക് കയ്യെത്തി തൊട്ടില്ല. അതെ, ഇപ്പൊ നന്നായിട്ടുണ്ട്. എനിക്ക് ഇതന്നെ ഇതൊരു ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതികൾ, നുവാൻസസ് സാധാരണ പാടുന്നതല്ല. അത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ചില പൊടിപ്പുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിലെ. എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇതാണെന്ന് വിചാരിക്കും, അതല്ല, അത് വേറെ ആയിരിക്കും. ഈ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊക്കെ ഇനി നിങ്ങൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തണം. ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ ഒരു പെർഫെക്ഷൻ. അതിൻ്റെ ഇടയിൽ നോട്ടുകൾ പോകരുത്. അത് ലാസ്റ്റ് പല്ലവി പാടി വന്നപ്പോൾ അത് കറക്റ്റായി. പിന്നെ ഞാനിവിടെ എഴുതി വെച്ചു ആ ഒരു ഈ താണിറങ്ങും അത് പാടിയപ്പോൾ നന്നായി. എനിക്ക് തോന്നുന്നത് അത് ഡ്യൂ ടു സം ടെൻഷൻ ആയിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടാത്തത്. മഞ്ഞിൻ നീർക്കണങ്ങൾ തൊട്ടുള്ള ആ ചരണത്തിൻ്റെ എൻഡ് വരയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആഹാ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ. മറ്റേതെല്ലാം ഇങ്ങനെയാണ്, ചെറിയ ശ്രുതിയുടെ ഒരു ചേർച്ച കുറവ്, ഒരു ലയക്കുറവുണ്ടായിരുന്നു. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, എനിക്കത് ഇഷ്ടമായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഔസേപ്പച്ചൻ സർ. ചേച്ചി, ഞാനിത് കൂടുതൽ എന്ത് പറയണ രമ്യ, നല്ല പാട്ട് കേട്ടോ. ഈ പാട്ട് ഇതൊന്നും നമുക്ക് ഇതിൽ മറക്കാൻ പറ്റില്ല. ഇത്രയും മനോഹരമായ ഒരു നൊസ്റ്റാൾജിയാണ് ഈ എൻറ്റയർ പാക്കേജ് എന്ന് പറയുന്നത്. ONV കുറുപ്പ് സാറിന്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ശ്വാസം റെഗുലേറ്റ് ചെയ്ത് പാടാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാട്ടാണ് അത്. നമുക്ക് കേൾക്കാം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിക്കണത് കേൾക്കാം. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ യു ഹാവ് ടു ബ്രീത്ത്. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാ പാട്ട് പാടുക, അതെല്ലാം നന്നായി. ഇവർ പറഞ്ഞേക്കാളും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അമ്മ. ഓക്കെ, നന്നായി പാടിയിട്ടുണ്ട്. നല്ലൊരു ചോയ്സ് ഓഫ് സോങ്സ്, നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള ഈ സോങ് എടുത്തുകൊണ്ട് വന്നതിന് എന്റെ വക മാർക്ക്. ഹസ്ബൻഡാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഈ മാർക്ക് ഹസ്ബൻഡിന് കൊടുത്തേരെ വേണ്ടല്ലോ. അപ്പൊ മാർക്കൊന്നും വേണം, അത് വീട്ടിൽ കൊണ്ട് ഹസ്ബൻഡിന് കൊടുക്കാം. അന്ന് നീ എന്തോ വേറെന്തോ പറയാൻ വന്നില്ല ഇപ്പൊ? അയ്യോ ഇല്ലില്ല, അതന്നെ ഉള്ളൂ. സത്യമായിട്ട് ശരി, ഓക്കെ. അപ്പോ ഹസ്ബൻഡിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണോ? ഫേവറേറ്റ് സോങ് ആണ്. എപ്പോഴും ഫസ്റ്റ് ഓഡിഷൻ തൊട്ട് പറയാറുണ്ട് ഇത് കൊടുക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ അവസരമല്ല, പേടിച്ചിട്ട് കൊടുക്കാത്ത. പിന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങി. പിന്നെ ഫിലിം മിഥുനം എന്നുള്ള ഫിലിമാണ്. ഒന്ന് ഞാൻ ജനിച്ച വർഷമാണ് 1993. പിന്നെ അതുപോലെ തന്നെ എന്നോട് പറയും എന്റെ ക്യാരക്ടർ ഏകദേശം അതേപോലെ ഏകദേശം ഒരു ക്യാരക്ടറാണെന്നാണോ അത് അവസ്ഥയാണെന്നാണോ?
ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. രമ്യയുടെ മാർക്ക് ഫോർ ദിസ് റൗണ്ട് ഇസ് 93.5. താങ്ക് യു മാം. 93.5 നല്ല മാർക്കാണ്. ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു രമ്യ. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് കിടക്കാണ്. ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിലാണ് അടുത്ത മത്സരത്തിൽ ഇവിടെ പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം വിദ്യ.
ശാബാഷ്. ആഹാ. ആ Very nice. മീനുട്ടി Very എന്റെ nice. കയ്യിലേക്ക് ഒരു ഓടക്കുഴൽ തന്ന കറക്റ്റ് ഇപ്പൊ നീ കൃഷ്ണനെ പോലെ അതെ, ഇരിക്കുകയാണ്. ആ തലയിലെ കെട്ടും ആ ഡ്രസ്സും ആ correct അത് അത് കറക്റ്റ് ഇവിടെ നിന്ന് നടന്നുപോയി നന്ദനന്ദൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് ശ്രദ്ധിച്ചു. ശരി, ഞങ്ങൾ കമന്റ് പറയണ നേരെ ഒന്ന് അങ്ങനെ നിന്നേ. അങ്ങനെ നിന്നോ, അങ്ങനെ നിന്നോ. ആ ചാക്കലിട്ട് കൊണ്ടുപോട്ടെ ഞാൻ. ശരി, സൂപ്പർ. എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്. അതുപോലെ തന്നെ ചെറുപ്പത്തിലൊക്കെ ഡാൻസ് കളിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇതൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരം നന്ദലാല ഇതൊക്കെ എല്ലാരും സ്ഥിരം ഡാൻസ് നന്ദലാല ഞാൻ ഡാൻസ് ചെയ്തു. ചെയ്തിട്ടുള്ള പാട്ടാണ്. ശരിക്കും നമ്മള് ഗിരീഷ് പുത്തഞ്ചേരി ഒരു റൗണ്ട് വെച്ചതിന്റെ പിന്നില് ഇങ്ങനെ ഒരു ഈ കാര്യമുണ്ട്. പാട്ടുകളൊക്കെയാണ്. അതായത് ശരിക്കും എനിക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പം ഞാൻ ശരിക്കും ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ അങ്ങ് കണ്ട പോലെ തന്നെയാണ് എപ്പോ പാട്ട് കേട്ടാലും എനിക്ക് തോന്നുക. അത്രയും ഗംഭീര ലിറിക്സ് ആണ് ഈ പാട്ടിന്റെ. ഐ ഹാവ് ടു സേ ദിസ്. കാരണം നമുക്ക് അത്ര ഫീല് തരുന്ന ഒരു പാട്ട് കൂടെയാണ്. എനിക്കത് കേട്ടപ്പോ ഒന്ന് പറയണം തോന്നി. ഞാൻ അവിടെ ഇരുന്നു അത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എന്തായാലും ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. ഓക്കെ, ബിന്നി ചേച്ചി. വിദ്യ എന്തോ മാം. അസലായിട്ട് പാടി. താങ്ക് യു. അതായത് ഓരോ ലൈനും വിദ്യ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടി എന്നുള്ളത് അതിനകത്തേക്ക് അങ്ങ് എന്താ പറയണ ആ പാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് അങ്ങ് പാടി. ഒരു നിമിഷം വിദ്യ ഇവിടെ എല്ലാം അങ്ങ് മറന്നുപോയി. വിദ്യ ഇനി ഇങ്ങനെയൊക്കെ ചെയ്തോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കേട്ടപ്പോ തോന്നി അതൊരു വിദ്യയാണ്. അതൊരു വിദ്യയാണ്. ഓ സാറ് ഒരു രക്ഷയില്ല കേട്ടോ. ആരുടെ കൂടെ ഇരിക്കണേ? ആരുടെയൊക്കെ കൂടി ഇരിക്കുന്നേ. അല്ലല്ല എന്നെ വിട്ടോളൂ, ഞാൻ ഇതില് വളരെ പാവം. ആരുടെ കൂടെ ഇരിക്കണേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനു മുമ്പ് ഞാൻ ഹരിപ്രസാദ് ഫ്ലോട്ട്, അമേസിങ് ഫുൾ ഓർക്കസ്ട്ര. പക്ഷെ ഹരിപ്രസാദിന്റെ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നീലനിലാവിലെ ഒക്കെ ആ സംഗതിയൊക്കെ നീലനിലാവിലെ നീലക്കടമ്പിലെ നീർമണിപ്പൂവുടൽ കണി കാണണം. നമ്മള് ആഹാന്നൊക്കെ ഞാൻ ഭയങ്കര നമുക്ക് ഉള്ളീന്ന് ആഹാ ആഹാന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ സംഗതിയിലാണ് ഈ പാട്ടിൽ ഞാൻ വീണത്. പക്ഷെ എനിക്ക് ഗ്രൂമിങ്ങിലൊന്നും ശരിയല്ല. മുഫിദേച്ചി പേടി ആ സംഗതി വരണവരെ. മുഫിദേച്ചി ഒന്ന് ഇവിടെ ഒന്ന് പഠിച്ചിട്ട് പോയാ മതി. ചെയ്ത് പാടിപ്പിച്ച് ശരിയാക്കിയതാ. അതുപോലെ ഒരു സംഗതി ഇല്ലേ, അതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ. അത് വരുവോ ഇല്ലയോ അല്ലേ? വന്നു. അതാണ് ചേച്ചി അത് പാടിയതാണ്. എനിക്ക് ഒന്നുകൂടെ പാടിത്തരൂ. ഞാനിപ്പോ പാടിയ ഞാനിപ്പോ എന്താ പാടിയത്? പെട്ടെന്ന് കഴിഞ്ഞു പോയി. അതാ അവിടെ ഒരു സംഗതി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് പറഞ്ഞു കൊടുത്തത് നല്ല രസമുണ്ട്. അതൊന്നുകൂടെ കേൾക്കാൻ പറ്റുമോ? പുരം ചാർത്തുന്നതാണ്. അതൊക്കെ അത് ഒരു ട്രിക്കി സംഗതിയാണ്. KKPP സംഗതിയിൽ വരണ ഒരു സംഭവമാണ് അതെല്ലാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ഞാൻ ഒരു സ്ഥലത്ത് സഭാഷണം എഴുതി വെച്ചു. ആ നീലനിലാവിലെ അത് ഒരു എക്സ്ട്രാ ഒരു സംഭവമായിരുന്നു. പിന്നെ എന്താണ് ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്നു എന്നുള്ള 2 സംഗതിയുണ്ട്. 2 പ്രാവശ്യം. അത് സെക്കൻഡ് ടൈം വാസ് ഓസം. താങ്ക് യു സർ. പക്ഷെ ഒരു സ്ഥലം മാത്രം എനിക്കൊരു ചെറിയ കുഴപ്പം, അതങ്ങോട്ട് എത്തുന്നില്ല. അത് ഏതാണെന്നറിയോ? ഏറ്റവും നീ ചിന്തിക്കാത്തൊരു സ്ഥലമാണ് എനിക്ക് പെട്ടത്. അതായത് മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്ട്രാ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ പറയില്ലേ കയ്യിൽ നിന്ന് സ്പെഷ്യലായിട്ട് പാട്ടുകാരിടുന്ന പോലത്തെ ഒരു സംഗതി. അത് ചിത്ര ഇട്ടിട്ടുണ്ട്. അത് ഓരോ പ്രാവശ്യം വരുമ്പോൾ അത് സംഗതി കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് അങ്ങോട്ട് ചേരുന്നില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ടൈം പാടിയപ്പോൾ നന്നായിട്ട് ചേരുന്നു. ആ ലൈൻ മാത്രം ഒന്ന് പാടൂ, ആ പല്ലവിയുടെ. മയിൽപ്പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം വെരി നൈസ്. ഇത് ഓക്കെ. ഇത് സ്ലോയിൽ പാടിയപ്പോഴല്ല, സ്പീഡിൽ പാടിയപ്പോഴും ലാസ്റ്റ് ടൈം കറക്റ്റായി. ഇപ്പോൾ വളരെ സ്വീറ്റായി. ഇത് മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. ബീന എങ്ങനെയുണ്ട്? ബീനയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ പാട്ട്? നല്ല ഇത് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള, കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ റാണി എന്നൊക്കെ വിളിക്കുന്ന പിള്ളേര് ചെറിയ മോനെ റാണി എന്ന് വിളിക്കും. മൂത്തനെ എന്തെന്നാ വിളിക്കുക? വേണി. റാണി വേണി എന്നാ വിളിക്കുള്ളൂ. അവരുടെ പേര് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോംബെ ലണ്ടനിൽ നിന്ന്, ഐ മീൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പോലെ ഇരിക്കും.
ദിന്നാഥ് ഒരാളുടെ പേര്, ഒരാള്. മറ്റാളുടെ പേര് ജിതിൻ. 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 ജിതിൻ പക്ഷെ ഇവരൊക്കെ കുറച്ചും കൂടെ ആക്ടിങ്ങിലേക്കാണ് ആക്ടിങ്ങിലായിട്ടാണ് ആൾക്ക് കൂടുതൽ ഓ. ആള് കമ്പം. കുറച്ചുകൂടെ ജിതിൻ. ആക്ടിങ് ആണ്. ജിതിൻ അഭിനയിച്ചിട്ടുണ്ടോ? കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? കൂടെ അല്ലെങ്കിൽ ഒരേ അഭിനയിച്ചിട്ടില്ല. പടത്തില്? അഭിനയിച്ചിട്ടില്ല, നമുക്ക് പക്ഷെ പരസ്പരം അറിയാം. ജിതിൻ കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വേറെ കുറെ സിനിമയിൽ അഭിനയിച്ചു. ഈ ലേറ്റസ്റ്റ് വന്ന ഏതൊരു പടത്തിലുണ്ടായിരുന്നല്ലോ? ARM-ലുണ്ട്. ഒരുപാട് സിനിമകളിലുണ്ട് ജിതിൻ. സിനിമയിലുണ്ട് ജിതിൻ. ദിന്നാദിനെ കുറിച്ച് അറിയാം, ദിന്നാദ് എഴുതുന്നുണ്ട്, അതൊക്കെ അറിയാം. ജിത്തിൻ എനിക്ക് അറിയില്ലായിരുന്നു ആക്ടർ ആണെന്നുള്ളത്. അതും വില്ലനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പല ഓ, അത് സിനിമകളിലും. ശരി. ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട് റിമ ചേച്ചിയുടെ, റിമ കല്ലിങ്കലിന്റെ കൂടെ ഉം. ജിതിൻ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിട്ട് ഒരു ത്രൂ ഔട്ട് ആഹാ. മൂവി. അത് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ടുള്ള ഓ. IFFK-ലൊക്കെ ശരി. വന്നിട്ടുള്ള മൂവി. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ അപ്പൊ അതൊക്കെ അപ്പൊ വളരെ എന്റെ പ്രത്യേക അന്വേഷണം ഓ. മക്കളോട് പറയാട്ടാ. ഓ സർ. കാരണം അവരെ വളരെ ചെറുതില് ഈ കുട്ടി പട്ടാളമായിരിക്കുന്ന കാലത്താണ് ഗിരീഷ് റാണി എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം, എന്താണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന്. ഞാൻ അതാണ് പേരെന്ന് ധരിച്ചിരുന്നത്. പിന്നീട് റാണി. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ദിന്നാഥാണ് പേരെന്ന്. എനിഹൗ, പിന്നെ മോള് നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. രഞ്ജിനി ചേച്ചി. വിദ്യനെ കാണുമ്പോഴൊക്കെ ഏതോ ഒരു ചെറിയ ടോപ്പ് സിംഗറിൽ വന്ന് നിൽക്കുന്ന പോലത്തെ ഫീലിംഗ് അല്ലേ? എക്സാക്ട്ലി. ചെറിയ ബാലാമണി. ചെറിയ ബാലാമണി. ആ, അത് തന്നെ, അതേപോലെ ഉണ്ട്. നല്ലൊരു പാട്ട്, രവീന്ദ്ര മാസ്റ്ററുടെ പാട്ട് അല്ലെ? നമ്മളെല്ലാവരും എല്ലാ വേദികളും രവീന്ദ്ര മാസ്റ്ററുടെ പാട്ട് എന്നുണ്ടെങ്കിൽ പാടുന്ന പാട്ട്, അതിനെ ഏറ്റവും കൂടുതൽ ഭംഗി കൊടുത്തിരിക്കുന്നത് ഗിരീഷ് സാറിന്റെ വരികൾ. ഇത് നമ്മളെ ഇതിലെ എല്ലാ പാട്ടുകൾ പാടാൻ എടുക്കുമ്പോഴും വരികളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത്. മനസ്സിൽ മിഥുന മഴ എന്ന് പറയുന്ന പാട്ടിന്റെ വരികൾ, അതാണ് എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടമുള്ളത്. എനിക്ക് തോന്നുന്നത് ഇനി ഇങ്ങനെ ഒരു പോയറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്ക് എ വൈൽ. ഇങ്ങനെ ഒരു പോയറ്റ് വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവ് എന്ന് പറയുന്ന ഒരു യൂസേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗിരീഷ് സാറിന്റെ എല്ലാ പാട്ടുകളിലും കുറേ സ്ഥലങ്ങളിൽ ഈ പ്രാവ് എന്ന് പറയുന്ന ഒരു യൂസേജ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഗിരീഷ് സാറാണ്. അത് ഏറ്റവും കൂടുതൽ എന്റെ ഫാദർ പറഞ്ഞിരിക്കുന്ന ബാലേട്ടനിലെ പാട്ടിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങി പറക്കുന്നത് അമ്പലപ്രാവുകൾ. അമ്പലപ്രാവുകളോ ഇന്നലെ എന്റെ നെഞ്ചിലെ. എനിക്ക് ഗിരീഷ് സാറിന്റെ ഏതൊരു പാട്ട് പറയുമ്പോഴും ഗിരീഷ് സാറിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ഗിരീഷ് അങ്കിൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഞാനതിപ്പോ ഇവിടെ വേദിക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നത്. നിങ്ങളുടെ എപ്പോഴും എനിക്ക് ഡാഡി പറഞ്ഞ ഈ 2 വാക്കുകൾ എനിക്ക് എപ്പോഴും എനിക്ക് മനസ്സിൽ ഇറ്റ് സ്റ്റേസ് മോർ ദാൻ എനി അതർ യുനോ. ഇത് എൻ്റെ മനസ്സിൽ എന്തോ ഇത് പറയുമ്പോഴും എനിക്ക് ഇത് പറയണം കുറേ നേരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കണോണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാട്ട് വിദ്യ അസലായി പാടി. ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത റൗണ്ടിലേക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രഞ്ജിനി ചേച്ചി. ഇനി അതിനു മുമ്പ് ഒരു കാര്യം, സർഗവസന്തം എന്ന സിനിമയിലെ സാറിന്റെ ഫിലിമില് മോഹനത്തില് സാറിന്റെ ഒരു പാട്ടുണ്ട്. ഞങ്ങൾക്കതൊന്ന് 4 വരി കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സാറിന് വിടുകയല്ല. ആരും അധികം കേൾക്കാത്ത പാട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ദാസേട്ടൻ അതിമനോഹരമായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. സർഗവസന്തം പോലെ നെഞ്ചിൽ തമ്പുരുമീട്ടും ദേവി, എന്നെ ഉണർത്താൻ നിൻ സ്വരമിനിയും വൈകിയിരുന്നെങ്കിൽ മോഹനഗീതം മണ്ണിൻ മാറിൽ വിടരാതിരുന്നേനെ ഞാൻ പാടാതിരുന്നേ. താങ്ക് യു. അയ്യോ, അതിനൊന്നുമില്ല. അല്ല, പാട്ടിനാണ് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനാണ്. എന്തൊരു composition ആണ് ഇത്. എന്താ കാര്യം പറഞ്ഞിട്ട് ഇത് ആരും കേട്ടിട്ടില്ല. ഇപ്പൊ എല്ലാരും ആലോചിക്കുകയാണ് ഇത് പാടാൻ അല്ലേ? അതെ. അടുത്ത റൗണ്ടിന് ഏതെങ്കിലും റൗണ്ടിന് ഔസപ്പിച്ച സാർ ഔസേപ്പച്ചൻ സാറിന് dedicate ചെയ്ത ഒരു റൗണ്ട് അതെന്തായാലും ഉണ്ടാവും. അതെ, അതിൽ എന്തായാലും വേണം. പിള്ളേരെ എടുക്കാൻ ഇവിടെ മത്സരമായിരിക്കും ഇപ്പൊ. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മാർക്സിലേക്ക് അടക്കാം. എത്ര വേണം? ഇതിനെ കൊണ്ടൊന്ന് 7ാം ക്ലാസ്സിൽ കൊണ്ട് സ്വഭാവവും ക്യാരക്ടറും. പാട്ട് മാത്രം അങ്ങനെയല്ല. പാട്ട് നല്ല
സ്റ്റാൻഡേർഡ്. അതിനുള്ള മാർക്ക് 96 ഔട്ട് ഓഫ് 100. മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. രണ്ട് കുട്ടികളല്ലേ? എന്തിയെ രണ്ടുപേരും? അപ്പൊ വിദ്യ കലക്കി. എന്തായാലും ഈ ഘട്ടത്തിലെ ആദ്യത്തെ റൗണ്ടിൽ 96 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു റൗണ്ടും കൂടി ഉണ്ട്. അതെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് കടക്കാണ്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ടുള്ള റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു പ്രവീണ. നീലാപ്പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോലെ നീ അരികിൽ നിൽപ്പൂ തഴുകാം താന്തമാ നീലാപ്പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോലെ നീ അരികിൽ നിൽപ്പൂ തഴുകാം താന്തമാ മൂളം തണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കു നൊമ്പരം മൂളം തണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കു നൊമ്പരം ഒരു കുറുക്കുമ്പിളിലേക്കിടാം കനിവാർന്ന സാന്ത്വനം നീലാപ്പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ പറന്നിന്നാൾ തളർന്നു പോം ഇളം ചിറകുള്ള പ്രാവു നീ കുളിർമഞ്ഞു തുള്ളി നീ പറന്നിന്നാൾ തളർന്നു പോം ഇളം ചിറകുള്ള പ്രാവു നീ കുളിർമഞ്ഞു തുള്ളി നീ കൂകിൽ മീനന്ന് കൂട്ടിലുറങ്ങുവാൻ വരികിന്റെ ചാരിണി നീലാപ്പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ
ബച്ചൻ സാർ സാർ തന്നെ ആദ്യം പറഞ്ഞു. ഓഹോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. Yes. താങ്ക് യു. വേറെ ഒന്നും പറയാനല്ലേ സാർ പറഞ്ഞു. പ്രവീണ, സർ എൻ്റെ ഹൃദയം നിറഞ്ഞു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇതിൽ പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, പക്ഷെ അതല്ല ഇതിൻ്റെ ഫീൽ. യു ടുക്ക് ദ സോൾ ഓഫ് ദ സോങ്. താങ്ക് യു സർ. താങ്ക് യു. ഈ പാട്ട് നമ്മൾ വിചാരിക്കും കേൾക്കുമ്പോൾ വളരെ ഈസിയാണെന്ന് തോന്നും. ദാസേട്ടൻ 3 പ്രാവശ്യം പാടി. കുറേ നേരം ഇരുന്ന് പാടിയിട്ട് ദാസേട്ടന് ഭയങ്കര ഇഷ്ടമായി പാട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാ ഈ പാട്ട് ഇങ്ങനെ പാടിയാൽ പോലെ, നീ നാളെ വരൂ, നാളെ ഫ്രീ ആണോ എൻ്റെ അടുത്ത്? ഞാൻ പിന്നെ 100 പ്രാവശ്യം വരാൻ തയ്യാറാണ്. ശരി ഞാൻ വരാതെ പാടി. അത് കഴിഞ്ഞിട്ടും പുള്ളി പറഞ്ഞു, നമുക്കൊന്നും കൂടി ഇവിടെ ഈ മൈക്കിൽ പാടണം, നമുക്ക് VGP വളരെ ഗംഭീര സ്റ്റുഡിയോ അവിടെ, അതാണ് ഞാൻ അപ്പം ചെയ്തിരുന്നത്. അവിടെ വന്നിട്ട് പാടിയ പാട്ടാണ് അത്. എന്നിട്ട് അതിമനോഹരമായിട്ട് ദാസേട്ടൻ പാടിയ പാട്ട്. അപ്പം അതിൽ ചില കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. പക്ഷെ അത് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നീല പൈതലേ, ബട്ട് യുവർ റെൻഡറിങ് വാസ് സോ നീല പൈതലേ എന്ന് പാടുന്നത് സോ ബ്യൂട്ടിഫുൾ. മിഴിനീർ മുത്തു ചാർത്തിയോ, അല്ലാണ്ട് അതന്നെ വരണം. അത് അത്രയ്ക്ക് വന്നോന്ന് എനിക്കൊരു സംശയം. പിന്നെ കിളിത്തൂവൽ, അത് കഴിഞ്ഞിട്ടുള്ള സാധനം എങ്ങനെയാ പാടുന്നേ? കിളിത്തൂവൽ പോൽ, അത് തന്നെ വരണം. തരതരത, അത് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ അവിടെ ചെറിയ മിസ്സിങ്, ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. കാരണം ദ സോങ് ഭാവം നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടിക്കഴിഞ്ഞു, 100% എനിക്ക് കിട്ടി. താങ്ക് യു. താങ്ക് യു സർ. പിന്നെ ഈ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ പ്രാവ്, ഇതിലും പ്രാവ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇളം ചെറുകളുള്ള പ്രാവ് നീ. പറന്നിന്നാം തളർന്നു പോം ഇളം ചിറകുള്ള പ്രാവു നീ, കുളിർമഞ്ഞു തുള്ളിലേ. വേറെന്തെങ്കിലും പറയാലോ, പക്ഷീനെ പറയാലോ, പുള്ളി പ്രാവിനെ പറയുള്ളൂ. അതൊരു പ്രാവ് സമാധാനത്തിന്റെ ഡെസിഗ്നേഷൻ ആണ് പ്രാവ് എന്ന് അതെ. പറയുന്നത്. പ്രാവുകൾ കുറുകുന്നു എന്നുള്ള പാട്ട് അദ്ദേഹത്തിന്റെ ആണോ? ആ അതിന്റെ പാട്ട് തുടങ്ങണത് പ്രാവ്. പ്രാവുകൾ കുറുകുന്നു പാട്ട്. അതെ. അപ്പൊ അങ്ങനെ പിന്നെ ഇത് പ്രാവ് മാത്രല്ല, രാത്രി ആയാലും എല്ലാ പാട്ടിലും ഉണ്ടാ നിലാവ്. നിലാവ്, ഇതൊക്കെ പുള്ളിയുടെ ഇതാണ്. അത് വെച്ചിട്ട് മനോഹരമായിട്ട് പുള്ളി എല്ലാ പാട്ടുകളും എഴുതിയിട്ടുണ്ട്. നമ്മൾ ഗിരീഷിന്റെ റൗണ്ടാണല്ലോ. അതെ. ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട്, ഞാനത് പറഞ്ഞു ഓൾറെഡി, എനിക്ക് വലിയൊരു ഓബ്ലിഗേഷൻ ഗിരീഷിനോടുള്ളത് വേറൊന്നുമല്ല. എനിക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു നാഷണൽ അവാർഡ് വാങ്ങി തന്നത് ഗിരീഷിന്റെ വരികളിലൂടെയാണ്, ആ പാട്ടുകളിലൂടെയാണ്. ഒരേ കടൽ. ഗിരീഷിനെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഗിരീഷിനെ ഞാനും ബുദ്ധിമുട്ടിച്ചു, ഗിരീഷ് എന്നെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന്റെ എന്താന്ന് പറയാം, ശ്യാമപ്രസാദ് ഉണ്ട് ഇതിന്റെ വരികൾ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇതിന് കുറെ മനസ്സിലാവാത്ത ഭാഷയിലെ ഹിന്ദിയിലൊക്കെ ആണ് ഡമ്മി പാടിയിട്ട് കൊടുത്തത്. ഇത് എഴുതണമെങ്കിൽ ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വ്യത്യാസങ്ങളുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു യൂഷ്വൽ ഫോർമാറ്റ് ട്യൂണുകളല്ല. ഒരു എഴുത്തുകാരൻ ട്യൂണിന് എഴുതുമ്പോൾ അദ്ദേഹത്തിന് ആ ട്യൂൺ മനസ്സിൽ നിൽക്കണം, തങ്ങണം. അത് തങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ട്യൂൺ മാത്രമായതുകൊണ്ട്. പിന്നെ മനസ്സിലാവാത്ത ഭാഷയും. മലയാളത്തിൽ ഞാൻ ഡമ്മി എഴുതിയെങ്കിൽ അത് കിട്ടും. ഇങ്ങനെ ഞാൻ പുള്ളീനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ പുള്ളി അതിന് എന്നോട് പ്രതികാരം ചെയ്തത് എന്താണെന്നറിയോ? പുള്ളി ടേപ്പ് റെക്കോർഡ് മാറ്റി, എന്നിട്ട് എന്നോട് ഓരോ വരി ഓരോ പ്രാവശ്യം ഹൈപ്പിച്ചിലൊക്കെ ഇത് പാടിക്കൊടുക്കാൻ പറഞ്ഞു. വരി ഓക്കെ ആവണ വരെ ഡയറക്ടർ വിടുന്നിട്ട് അത് വേറൊരു വരി, അതൊന്ന് പാടൂ. ഞാൻ ഇങ്ങനെ പാടി പാടി അന്ന് വയ്യാണ്ടായി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം എടുത്തു അത് കഴിയുമ്പോൾ. അപ്പോ പക്ഷെ എന്നാലും അതിന്റെ ഫലം എനിക്ക് കിട്ടി. ഇതോടെ എല്ലാം പോയി, വിഷമൊക്കെ പോയി. പക്ഷെ അതിമനോഹരമായിട്ട് പുള്ളി എഴുതി തന്നു. പിന്നെ ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. വളരെ ജോവിയലാണ് പുള്ളി. നമ്മളൊക്കെ ടെൻഷനായി, ഈ ഡയറക്ടർ വന്നിട്ട് ട്യൂൺ ഓക്കെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും നമ്മൾ മ്യൂസിക് ഡയറക്ടർ ചെല്ലുക. അപ്പൊ ഗിരീഷ് കോമഡിയാണ് ആ സമയത്ത് പറയും, ഒരു ബന്ധമില്ലാത്തത്. ഒരിക്കൽ രവിയേട്ടനെ കുറിച്ച് പറഞ്ഞൊരു സംഭവമാണ് ഗിരീഷ് പറയും. ഗിരീഷും അങ്ങനെ തന്നെയാണ്. പൊള്ളാച്ചിയിലെവിടെയോ കമ്പോസിങ്ങിന് ഒരു സാധാരണ ഒരു ഹോട്ടലാണ്.
അപ്പോൾ ട്യൂൺ ഒരാഴ്ചയായിട്ട് ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കാലത്ത് എന്നിട്ട് 4:30 മണിക്ക് ഗിരീഷിനെ വിളിച്ചു രവിയേട്ടൻ. വിളിച്ചിട്ട് ഗിരീഷ് ഇങ്ങോട്ട് വാ. അപ്പൊ ഗിരീഷിന്റെ ഉള്ളിൽ ഒരു ലഡു, ഒരു ബൾബ് കത്തി, ലഡു ഉണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നല്ലൊരു ട്യൂൺ കിട്ടിയിട്ടുണ്ടാവും. അത് എഴുതാനുള്ള വാശിയില് ഗിരീഷ് ഇങ്ങനെ വന്നു. രവിയേട്ടൻ, എടാ ഗിരീഷേ, അപ്പുറത്തേക്ക് നോക്കിയേ. അപ്പൊ അവിടെ ഒരു ചായക്കട, അവിടെ നല്ല കാലത്ത് നല്ല ചൂടുള്ള ബീഫ് കിട്ടുന്നു. ഗിരീഷ് തളർന്നു. അത് തുടങ്ങിയാലും എന്നിട്ട് ഗിരീഷ് ഇത് പറയാനാണ് എന്നെ ഈ കാലത്ത് എണീറ്റ് വിളിച്ച രവിയേട്ടൻ. എന്ത് പണിയാണ് ഇത് ഗിരീഷ്? ശരി നീ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ടെന്ന് പറയുന്നത് ഹരിമുരളീരവം. ചെറിയ വളരെ ചെറിയ പാട്ട്. അത് പറഞ്ഞിട്ട് ഗിരീഷ് പറയായിരുന്നു. അത് ഗിരീഷ് അവതരിപ്പിക്കുന്നതിലാണ് അതിന്റെ കോമഡി. ഇത് രവി ഞാൻ കണ്ടിട്ടില്ല. ഇത്തരം ഒരുപാട് കഥകള് ഗിരീഷ് പറയാറുണ്ട്. ആ ഗിരീഷിനെ ഓർക്കുകയാണ്. മിസ്സിങ് ഹിം എ ലോട്ട്. ഇവിടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ചങ്ക് കീറുകയാണ്. കാരണം ഗിരീഷ് ഓരോ പ്രാവശ്യം റെക്കോർഡിങ്ങിന് ചെന്നൈയിൽ വരുമ്പോൾ, എൻ്റെ റെക്കോർഡിങ്ങിന് വരുമ്പോൾ പുള്ളി അത് അവകാശമായിട്ട് വീട്ടിൽ വരും. അല്ലാത്ത സമയത്ത് മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് വരുമ്പോഴും മറിയ ചേച്ചിയുടെ കഞ്ഞി വേണം എനിക്ക് ഉച്ചതിരിഞ്ഞ് വരും. മറിയ ചേച്ചിയുടെ കഞ്ഞി എന്നിട്ട് വന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഒരുപാട് നേരം രാത്രി വർത്താനം പറഞ്ഞു ഞാൻ തിരിച്ച് ഗിരീഷിനെ കൊണ്ടാക്കും. അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. പക്ഷെ നമുക്ക് കുറേം കൂടി കാലം ഗിരീഷിന് വേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഗിരീഷ് ഒരുപാട് കാലത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ട് പോയ ഒരു സമാധാനത്തിലിരിക്കാം. ഗിരീഷിന്റെ മോൻ ശരിക്കും നോക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു മാതിരി ആവുന്നുണ്ട്. പക്ഷെ സീ ഹിസ് ഫേസ്, ആ ഫേസ് അങ്ങനെ തന്നെയാണ്. ഓൾവേസ് ഹീൽ ബി ലൈക്ക് ദിസ്. ഒരിക്കലും മറ്റൊരു മുഖം ഗിരീഷിന്റെ ഞാൻ കണ്ടിട്ടില്ല. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെയായിരിക്കും ഫേസ്. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. എനിഹൗ താങ്ക് യു ഗിരീഷ്. ഗിരീഷ് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്നറിയാം ഞങ്ങള് ഈ പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ഒരുപാട് പാട്ടുകൾ തന്നതിന് നന്ദിയുണ്ട്. പ്രവീണയ്ക്ക് ഈ പാട്ട് പാടിയതിന് എൻ്റെ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ. സത്യത്തിൽ ഈ പാട്ട് കിട്ടിയത് ഇപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി സാറിന് കണ്ടിരുന്നെങ്കിലും കൂടെ ഔസേപ്പച്ചൻ സാറും കൂടി ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിട്ട് എങ്ങനെ പാടും എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അമ്മയാണെങ്കിലും ഈ പാട്ടാ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ സ്കൂളിൽ പോയ സമയത്ത് അമ്മ ഫുൾ ഡേ ഇരുന്ന് ഈ പാട്ട് തന്നെ ഇട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അമ്മ എന്ന് പറഞ്ഞാല് മദറിൻലോയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമല്ല. പക്ഷെ വീട്ടിലിരുന്ന് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ അമ്മ എന്നോട് പറയും, ഞാൻ ആ പാട്ട് കേട്ടിട്ടോ കുറച്ചു നേരം ഞാനിരുന്ന് സങ്കടപ്പെട്ടു, കരഞ്ഞു. ആ ഫീല്, അതിന്റെ ആ പാട്ട് മോന് അങ്ങനെ തന്നെ പാടണം കേട്ടോ, അല്ലെങ്കിൽ സാറിന്റെ മുമ്പിൽ പാടണം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര ബ്ലെസ്ഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ മുമ്പിലും ഇങ്ങനെ പാടാൻ പറ്റിയത് എനിക്ക്. ഞാൻ ഗ്രൂമേഴ്സിനോട് പറയുമായിരുന്നു, എനിക്ക് ഞാൻ പഠിച്ച പോലെ, എന്നെ പഠിപ്പിച്ച പോലെ എനിക്ക് പാടാൻ പറ്റിയാൽ മതി എന്ന് പറയുമായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി എന്താണെന്നറിയോ, മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ പാടാൻ പറ്റും. എവറിബഡി ക്യാൻ സിങ്. അത് മനസ്സ് വെക്കണം. ഇതിപ്പോ ഒരു പ്രത്യേക കാരണം ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സ് വെച്ചാണോ? അത് പാടില്ല കേട്ടാ. ഇങ്ങനെ ആ പാട്ടിന്റെ ഉടമസ്ഥന്റെ അടുത്ത് തന്നെ നിന്ന് പാടുക എന്ന് പറഞ്ഞാല് അത് ഭയങ്കര അതേപോലെ തന്നെയാണോ എല്ലാ പാട്ടിനും ഉടമസ്ഥന്മാരും ഒന്നെങ്കിൽ ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ മേലെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അവരെ തൃപ്തിപ്പെടുത്തണം. ഇതിപ്പോ നേരിട്ട് കാണുന്നു, അല്ലാണ്ട് കാണുന്നവർ അതിനേക്കാൾ കൂടുതൽ കാണുന്നുണ്ട്. ഞാനിത് എല്ലാവർക്കും വേണ്ടിയാ പറയുന്നത് കേട്ടോ. Anyhow, good. You have done a good job. According to me. ഇനി ഇവരുടെ അഭിപ്രായം ഇവർ പറയും. അല്ല, ഒന്നും പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല. എക്സലന്റ് ആയിരുന്നു. സാറിന്റെ മുമ്പിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഓണറിന്റെ മുമ്പിൽ അത് പാടാനായിട്ട് തീർച്ചയായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാകും. ബട്ട് ഇല്ലാതെ നല്ല ലയിച്ച് പാടി. അനുപല്ലവി കഴിഞ്ഞ് തുണ്ടുപല്ലവിലേക്ക് കയറി ആ തുണ്ടുപല്ലവി ഞാൻ ആഹാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും സൂപ്പറായിട്ട്, അത്രയും ഇതിനകത്ത് ഇഴുകി ചേർന്ന് നല്ല ലയിപ്പിച്ച് പാടി, അനുഭവിച്ച് പാടി എന്ന് പറയത്തില്ലേ, ആ പാട്ടിലേക്ക് ഇറങ്ങിച്ചേർന്നു. അപ്പൊ അതുപോലെ എല്ലാ പാട്ടുകളും എല്ലാവരും പഠിച്ച് പാടാൻ ശ്രമിക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അസലായിരുന്നു കേട്ടോ ഈ പാട്ടിന്റെ ചോയ്സും
ഈ പാട്ട് പാടിയതും സാർ ആദ്യമായിട്ട് കൈ കെട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മറ്റേ സാർ ഫുൾ ടൈം എഴുതായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇത് നടന്നത്. ഇത്രയും ഞാൻ പറഞ്ഞു ഈ ഒരു ചെറിയ ഡൗൺ ഉണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞ നേരത്താണ് പ്രവീണ കയറി നിന്ന് ഇത്രയും അസലായിട്ട് പാടിയത്. സോ താങ്ക് യു. മാം പിന്നെ കഴിഞ്ഞ 5 കൊഞ്ചാതടി പാടിയ സമയത്ത് വിനീത മാമിനെ പറ്റി മെൻഷൻ ചേച്ചി എന്നെ മെസ്സേജ് ചെയ്തു ഇത് കണ്ടിട്ട്. മഞ്ചി കൊഞ്ചാതടി മൈന പെണ്ണിലാലും കൂടെ പാടിപ്പോകുമേ. അപ്പൊ വിനീത മാം ആ പാട്ട് കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് ടി വിയിൽ വന്നപ്പോ വിനിച്ച ചേച്ചിയാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. മോളെ ആരോ ഇത് കണ്ടിട്ട് പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞു എന്ന് രഞ്ജു എന്നെ പറ്റി. ചേച്ചി പാടിയിരിക്കണത് ഭയങ്കര രസമായിട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചേച്ചിയുടെ ഒരു ഭയങ്കര ഐഡന്റിറ്റി ഈ പാട്ടിലുണ്ടായിരുന്നു. ഇത് എവിടെയെങ്കിലും വിൻ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഫോർ യു കേട്ടോ. ഐ റിയലി മിസ് സീയിങ് യു. എന്താ പറയാ വിൻ ചേച്ചി ഈ പാട്ട് ഇവിടെ പ്രവീണ എടുത്ത് പാടിയിരിക്കുന്ന ചേച്ചി കാണണം എന്നുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ആ ചേച്ചി പാട്ട് അതൊക്കെ ആരെങ്കിലും എടുത്ത് പാടാറുണ്ടോ എന്ന് വിനീത മാം അത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. ആണോ? അപ്പോഴത്തേനും തന്നെ എന്റെ പകുതി ബോധം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഇൻസ്റ്റയില് മെസ്സേജ് ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ട് തപ്പിപ്പിടിച്ചത് കണ്ടു ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഞാനും വിനീതയും കൂടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രാജാമണി സാറല്ലേ, രാജാമണി ചേട്ടൻ, അദ്ദേഹത്തിന്റെ ഈ എല്ലാ വർഷവും അയ്യപ്പ അവിടെ ഭക്തിഗാനമേള ഇങ്ങനെ നടക്കും. അപ്പൊ അതില് വിനീതയും ഞാനും ഒക്കെ പാടുമായിരുന്നു. അവിടെ ചെന്നൈയിൽ അടുത്തായിരുന്നു. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാം. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതില് കുറച്ച് കാര്യങ്ങള് പെർഫെക്ഷന്റെ കാര്യങ്ങള് സംഗീത കാര്യത്തിൽ ഉണ്ട് കേട്ടോ. അതിലൊരു സ്ഥലത്ത് എനിക്ക് ഒരു ഇംപ്രവൈസേഷൻ സെൽഫായിട്ട് ചെയ്തോ. ആ രണ്ടാമത് തഴുകാം താന്തമായി എന്ന് പറഞ്ഞു കൊടുത്ത് അത് ചിത്ര ചേച്ചിയുടെ വേർഷനിൽ ഉണ്ട്. പക്ഷെ എനിക്കത് വേറെ ഇംപ്രവൈസേഷനാ തോന്നി. കാരണം അത് മുഴുവനും വീണില്ല. അപ്പൊ അതിനൊരു പ്രത്യേകത തോന്നി. എന്നാലും എനിക്കത് ഇഷ്ടമായിട്ടോ. താങ്ക് യു സോ മച്ച് സർ. ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് പ്രവീണയ്ക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം ജഡ്ജസിന്റെ മാർക്സ് അറിയാം കേട്ടോ. പ്രവീണയുടെ മാർക്സ് പറയാൻ ഐ എം വെരി ഹാപ്പി. 96.5. പ്രവീണ വാട്ട് എ കംബാക്ക്. കഴിഞ്ഞ റൗണ്ടില് ഡേഞ്ചർ സോണിൽ വന്ന ആളാണ് ഇപ്പൊ 96.5 മാർക്സ് നേടിയിരിക്കുന്നത്. പമ്പൻ തിരിച്ചറിവാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഘട്ടത്തിൽ ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൗണ്ട് കൂടി ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പൊ ഇതേപോലെ തന്നെ കേട്ടോ, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ തകർപ്പൻ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നല്ല റൗണ്ടുകളുണ്ട്. ആ റൗണ്ടുകളെ പറ്റി പ്രത്യേകം എടുത്തു പറയണം. കാരണം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൂടെ കിട്ടിയ ഒരു ദിവസമാണ്. ഇപ്പൊ ബീന ചേച്ചി തന്നെ നേരത്തെ പറഞ്ഞു അധികം പരിപാടികളിലൊന്നും അങ്ങനെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഫ്ലവേഴ്സിന് മാത്രം കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. പാട്ടൊക്കെ പാടി നമുക്ക് ആ വേറെ പുറത്ത് അവർക്ക് ആർക്കും ആ ലക്ക് കിട്ടിയിട്ടില്ല. അതെ, അപ്പൊ ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകർക്കായി എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ബീന ചേച്ചി ഇവിടെ എത്തിയത്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ ഈ ഒരു വേളയിൽ ഞങ്ങൾ എല്ലാവരും നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ടീം എല്ലാവരും കൂടി ചേച്ചിക്ക് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഒരു വേദിയിൽ കാണാൻ സാധിച്ചതും നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിന് ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തു. അപ്പൊ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രേക്ഷകരെ നമ്മുടെ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.